ദൈവവചന പഠനം എന്നത് ജീവിതത്തിൻ്റെ ഒരു ചര്യയാണ്, അതൊരു ശീലമാണ്, അത് നമ്മുടെ ഒരു സബരിയും തപസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെന്നാണ് എൻ്റെ ചിന്ത. ഇവിടെ എത്രത്തോളം ബൈബിൾ വായിച്ചിട്ടാണ് നിങ്ങൾ മത്സരിക്കാൻ വന്നതെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ മക്കളൊക്കെ അങ്ങനെയാണ്, പുസ്തകം വെച്ചാണ് പഠിക്കുന്നത് മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തക വായനയും ബൈബിൾ വായനയും രണ്ടാണ്. നമ്മളെ വേദപുസ്തകത്തെ ഒരു ചരിത്ര പുസ്തകമായിട്ടോ ഒരു പഠന പുസ്തകമായിട്ടോ വായിക്കാനാണെങ്കിൽ അത് എത്രത്തോളം അത് നമുക്ക് ഗുണകരമാകുമെന്നറിയില്ല. പക്ഷേ ബൈബിൾ വായിച്ച് ഗ്രഹിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാണ്. ആ ഗുണകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വന്ന എല്ലാവരും തികഞ്ഞ പഠനമുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ ബൈബിളുകൾ, പുസ്തകങ്ങൾ, ബാഗുകൾ, മൊബൈലുകൾ മുഴുവൻ, ഹെഡ്സെറ്റ്, ചെവിയിൽ വെക്കുന്ന സംഗതികൾ ഇവയെല്ലാം മാറ്റണം. നിങ്ങളുടെ കൈകളും നിങ്ങളുടെ മനസ്സും ശുദ്ധമായി എന്ന് ഉറപ്പുവരുത്തുക. കാലത്തെ കലത്തിൽ കളഞ്ഞ് കുളിച്ചവർ പിന്നെ കണ്ണുനീരിൽ കുളിച്ചു, കണ്ണുനീരിൽ കുളിക്കേണ്ടി വന്നു എങ്കിൽ കണ്ണുനീരിൽ കുളിച്ച മനുഷ്യൻ ആരാണ്? ഉത്തരം ശരിയാണ്, യേശാവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? യേശാവിനെ കുറിച്ച് ഉത്തരത്തിന് ഇല്ലാതെ. അങ്ങനെ ടീം സി ആദ്യത്തെ ചോദ്യത്തെ നേരിട്ടിരിക്കുന്നു. 10 പോയിന്റ് അവർ കരസ്ഥമാക്കാണ്. കരങ്ങളെ തട്ടി അവരെ നമുക്ക് അഭിനന്ദിക്കാം. ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടത് ഭർത്താവിൽ നിന്ന് ലഭിക്കാതെ വന്നപ്പോൾ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടത് ഭർത്താവിന്റെ അപ്പനിൽ നിന്ന് പിടിച്ചു മേടിച്ച സ്ത്രീ ആരാണ്? ടൈം സ്റ്റാർട്ട് നൗ. ഉത്തരം ശരിയാണ്. അലങ്കരമായി യാതൊരു തർക്കങ്ങളും ആലോചനകളും ഇല്ലാതെ പെട്ടെന്ന് ഉത്തരം പറയുന്നു ടീം ഡി. 10 പോയിന്റ് നേടി ടീം ഡി മുന്നേറുന്നു. വല്യപ്പനാകേണ്ട വല്യപ്പൻ അപ്പനായി, അപ്പനാകേണ്ട അപ്പൻ ഭർത്താവായി, ഭർത്താവാകേണ്ട ഭർത്താവ് തോറ്റുപോയി എങ്കിൽ തോറ്റുപോയ ഭർത്താവ് ആരാണ്? ഉത്തരം തെറ്റാണ്. ഒരു അവസരം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു അവസരം കൂടെ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ടൈം കൊണ്ട് പ്രഖ്യാപിക്കാം. 2 അവസരങ്ങളും ടീം ഇ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരം 2 തെറ്റാണ്. ഉത്തരം പറയുന്നതിന് മുമ്പ് അടുത്ത ടീമിലേക്ക് ഞങ്ങൾ പാസ് ചെയ്യാം. അപ്പന്റെ നല്ല നടപ്പിനാൽ സുദീർഘമായ ആയുസ് ലഭിച്ച മകൻ ആരാണ്? ഉത്തരം ശരിയാണ്, മെഥുശലഹാണ്. ഹാനോക്കിന്റെ മകനായ മെഥുശലഹാണ്. ടീം എഫ് അവരുടെ കോട്ടയും കംപ്ലീറ്റ് ചെയ്യുന്നു. അവരുടെ ചാൻസും അവര് നേടിയെടുക്കുന്നു. അഭിനന്ദനങ്ങൾ. ലാമേക്കിന്റെ ആയുഷ്കാലം എത്ര എന്നാണ് ചോദ്യം. എന്നാൽ അതിനുള്ള ക്ലൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ത്രിസംഖ്യകൾ ഒന്നിച്ചു ചേരുന്നു. ആ സംഖ്യകൾ പൂർണ്ണസംഖ്യയുടെ രൂപമാണ്. അത് കാൽപന്തിന്റെ കരുത്തന്റെ കുപ്പായത്തിലും ആ സംഖ്യ കാണാം. ടൈം
777 കറക്റ്റാണ്. വളരെ ആലോചനയോടുകൂടെ വളരെ പക്വതയോടുകൂടെ എടുത്തുചാട്ടങ്ങളില്ലാതെ ഉത്തരം പറഞ്ഞ ടീം എക്ക് അവരുടെ പോയിന്റ് കൃത്യമായി ലഭിക്കുന്നു. ടീം എ 10 പോയിന്റ്. സിത്തിം എന്ന് കേൾക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ സിത്തിമിനും ഒരു വലിയ പ്രത്യേകത ഉണ്ട്. ഒരു പക്ഷെ വേദപുസ്തകത്തിൽ വേറെ ഒരു സ്ഥലത്തിനും ഇല്ലാത്ത പ്രത്യേകത ആ സ്ഥലത്തിനുണ്ട്. അതാണ് ആ സ്ഥലത്തെ വ്യത്യസ്തനാകുന്നത്. അപ്പോൾ ആ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് 15 സെക്കൻഡാണ് സമയം. തുറന്ന വാതിലിലെ പോയിന്റ് നിലയാണ് പറയുന്നത്. ടീം എ 10 പോയിന്റ്, ടീം ബി പോയിന്റ് ഇല്ല, ടീം സി 10 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ പോയിന്റ് ഇല്ല, ടീം എഫ് 15 പോയിന്റ്. സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സ്ഥലങ്ങൾ, ആളുകൾ, ജാതികൾ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. യെസ്. അപ്പോ ആദ്യത്തെ ചോദ്യം ടീം എ. പരിച്ഛേദന എന്ന വാക്കുമായി ബന്ധപ്പെട്ട ഒരു മലയുണ്ട്. ആ മല ഏതാണ്? പരിച്ഛേദന എന്ന വാക്കുമായി ബന്ധപ്പെട്ട ഒരു മലയുണ്ട്. ആ മല ഏതാണ്? യെസ്, അഗ്രധർമ്മഗിരി എന്നാണ് ഉത്തരം. ടീം എ സജീവമായി മുന്നേറുന്നു. ഊഴിയവേല ചെയ്തിരുന്ന ജാതികൾ ആരാണ്? ഒരു പ്രത്യേക ജാതിക്കാർ എഫ്രൈമിലേക്ക് ഊഴിയവേല ചെയ്തു വന്നു. ആ ജാതി ആരാണ്? അല്ലെങ്കിൽ ആ ജാതികൾ ആരാണ്? ഉത്തരം ശരിയാണ്, കനാന്യർ. ഹായ് പട്ടണം പിടിച്ചെടുത്തതിന്റെ ആഘോഷം നടത്തിയത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാണ് ഇസ്രായേൽ ജനം ഹായ് പട്ടണം പിടിച്ചെടുത്തതിന്റെ ആഘോഷം നടത്തിയത്? ഉത്തരം ശരിയാണ്, ഏബാൽ പർവ്വതം. ടീം സിക്ക് അഭിനന്ദനങ്ങൾ. യോർദാൻ നദിയുടെ മുകളിൽ പൊങ്ങി വന്നത് എന്താണ്? യോർദാൻ നദിയുടെ മുകളിൽ പൊങ്ങി വന്നത് എന്താണ്? അല്ല, ഒരു ചാൻസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചാൻസ് കൂടെ. യോർദാന്റെ നടുവിൽ പൊങ്ങി വന്നത് എന്താണ്? യോർദാന്റെ നടുവിൽ പൊങ്ങി വന്നത് എന്താണ്? ടൈം ഔട്ട്. ഉത്തരം തെറ്റായിരുന്നു. ടൈം ഔട്ടാണ്. അടുത്ത ചോദ്യം നിങ്ങൾക്ക് 10 സെക്കൻഡ്. കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും വിഭജിക്കപ്പെട്ട മഹാശക്തി ഏതാണ്? കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും വിഭജിക്കപ്പെട്ട മഹാശക്തി ഏതാണ്? ടൈം സ്റ്റാർട്ട് നൗ. കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും വിഭജിക്കപ്പെട്ട മഹാശക്തി ഏതാണ്? നിങ്ങൾക്ക് പാസ് എന്ന് പറയാം. അടുത്ത റൗണ്ടിലേക്ക് നോക്കുമ്പോൾ പാസ്. കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും വിഭജിക്കപ്പെട്ട മഹാശക്തി ഏതാണ്? പാസ്. ഒറ്റ ചാൻസേ ഉള്ളൂ. അടുത്ത പാസ്. ഈ അസാമാന്യനായ നേതാവ് ആരാണ്? ഉത്തരം തെറ്റാണ്. പാസ്. ടീം എന്നുള്ളതാണ് പ്രധാനം. പ്രാകാരവാതിൽ പോയിന്റ് നില വായിക്കണം. ടീം എ 10 പോയിന്റ്, ടീം ബി 15 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി
5 പോയിന്റ്. ടീം ഇ 0, ടീം എഫ് 0. ചോദ്യം, ഇത് ഈ റൗണ്ട് എന്ന് പറയുന്നത് ചെടി, മരം, വൃക്ഷം എന്നിങ്ങനെയുള്ള ആദിയായ സംഗതികളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആയിരിക്കും കൂടുതൽ. അതൊക്കെ ആയിരിക്കും കൂടുതൽ. ശരി, ഒന്നാമത്തെ ചോദ്യം. വളരെ മണമുള്ള ഒരു ചെടി, പക്ഷെ ആ ചെടിക്ക് നടുവിൽ ദൂതനും പുരുഷനും ഒരുപോലെ നിന്നിട്ടുണ്ട്. ആ ചെടി ഏതാണ്? വളരെ മണമുള്ള ഒരു ചെടിയാണ്, പക്ഷേ ആ ചെടിയുടെ നടുവിൽ പുരുഷനും നിന്നിട്ടുണ്ട്, ദൂതനും നിന്നിട്ടുണ്ട്. എങ്കിൽ ആ ചെടി ഏതാണ്? ഉത്തരം തെറ്റാണ്. ഒന്നാമത്തെ അവസരം നഷ്ടമായി. ഒരു ചാൻസ് കൂടെ നിങ്ങൾക്ക് ബാക്കി. ഉത്തരം തെറ്റാണ്, അതും അവർക്ക് നഷ്ടമായി. അതിന് ടീം ഇ തങ്ങളുടെ ആദ്യത്തെ അവസരം മാറുന്നു. ഉത്തരം തെറ്റാണ്. അതും തെറ്റാണ്. 2 അവസരങ്ങൾ അവർക്ക് നഷ്ടമായിരിക്കുന്നു. ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ഉറപ്പ് ദൈവം മനുഷ്യനാണ്. ആ ഉറപ്പ് എന്താണ്? ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാൻ കഴിയാത്ത, കൊടുക്കാൻ കഴിയാത്ത ഉറപ്പ് ദൈവം മനുഷ്യന് നൽകുന്നു. ആ ഉറപ്പ് എന്താണ്? ടൈം സ്റ്റാർട്ട് നൗ. ലോകത്തിൽ ഒരു മനുഷ്യർക്ക് നൽകാൻ കഴിയാത്ത ഒരു വലിയ ഉറപ്പ് മനുഷ്യന് നൽകുന്നു. ആ ഉറപ്പ് എന്താണ്? ഉത്തരം തെറ്റാണ്. ടീം ഇക്ക് 5 സെക്കൻഡ്. തെറ്റാണ്. ഒരു ചെടിയുടെ പേരും ഒരു പുരുഷന്റെ പേരും ഒന്നാണ് എങ്കിൽ ആ ഒറ്റ പേര് എന്താണ്? അല്ല. അല്ല, തെറ്റാണ്. രണ്ട് ഉത്തരങ്ങളും നഷ്ടമായി. 15 സെക്കൻഡ്. ടൈം ഔട്ട്. ടീം ബി. അല്ല, അല്ല, രണ്ട് ഉത്തരങ്ങളും തെറ്റാണ്. രാജാവ് നശിച്ചു പോകുന്ന സ്ഥലം. 15 സെക്കൻഡ് ആണ് അവർക്ക്. ടൈം ഔട്ട്. ടീം എഫ്. അല്ല, ഉത്തരം തെറ്റ്. ടീം എ പാസ്. അറിയില്ല. ടീം ബി. അല്ല, ഉത്തരം ഗസ എന്നാണ്. ആ സ്ഥലത്തിന് ആ വാക്യം അതുപോലെ തന്നെയാണ്. ഞാൻ വളച്ചിലൊന്നും അതിന് നൽകിയിട്ടില്ല. യെസ്. അപ്പോ ഈ റൗണ്ടില് ലാസ്റ്റ് ചോദ്യം. തീക്ക് ഇരയാവുന്ന മരങ്ങൾ ഏതാണ്? തീക്ക് ഇരയാവുന്ന മരങ്ങൾ ഏതാണ്?
പാസ് ടീം സെഗ്മെന്റ് ഇവിടെ അവസാനിക്കപ്പെടുമ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചലനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മത്സരത്തിന് നേർ പകുതി ഇവിടെ അവസാനിക്കപ്പെടുകയാണ്. അപ്പോൾ തന്നെ ഈ റൗണ്ടിന്റെ പോയിന്റ് നമുക്ക് പോയിന്റ് ടേബിളിൽ നിന്ന് കേൾക്കാവുന്നതാണ്. പോയിന്റ് ടേബിളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. കൂടാരവാദം ടീം എ 5 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി 0, ടീം ഡി 0, ടീം ഇ 5 പോയിന്റ്, ടീം എഫ് 0, ക്വിസ് മാസ്റ്റർ 5 പോയിന്റ് തന്നെ വായിക്കുന്നു. ടീം എ 25 പോയിന്റ്, ടീം ബി 25 പോയിന്റ്, ടീം സി 20 പോയിന്റ്, ടീം ഡി 15 പോയിന്റ്, ടീം ഇ 5 പോയിന്റ്, ടീം എഫ് 15 പോയിന്റ്. അപ്പോസ്തലനായ പൗലോസിനെ കടിച്ച ഒരു ജീവിയെ കുറിച്ച് അപ്പോസ്തലൻ പരാമർശിക്കുന്നു. ആ ജീവിയുടെ പേരെന്ത്? ഉത്തരം ശരിയാണ്, ആലി. കാരാഗ്രഹത്തിൽ ദൂതൻ വന്ന് പുറത്തു കൊണ്ടുവന്ന മനുഷ്യൻ ആരാണ്? കാരാഗ്രഹത്തിൽ ദൂതൻ വന്ന് ഒരാളെ പുറത്തു കൊണ്ടുവന്നു, അതാരാണ്? പത്രോസ് കറക്റ്റാണ്. ആരാധിക്കുന്ന സഭയിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകവുമായി ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? നമ്മൾ ആരാധിക്കുന്ന സഭയിൽ അപ്പോസ്തല പ്രവൃത്തിയുമായി ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? അല്ല, ഒരു ചാൻസ് കൂടെ. മുപ്പത് സെക്കൻഡ് രണ്ടുപേർക്ക് ഉത്തരം. ടീം ഡി. ചോറിട്ടില്ല, കറി കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ഈ 15 സെക്കൻഡ് ഒരാൾ ഉത്തരം. ഉത്തരം ശരിയാണ്, അന്യഭാഷ. അവർ പറഞ്ഞ ഉത്തരം എന്റെ ചെവി. ആട്ടുവാതിൽ എന്ന ക്വസ്റ്റ്യൻ യൂറോപ്പിൽ ടീം എക്ക് 10 പോയിന്റ്, ടീം ബിക്ക് 10 പോയിന്റ്, ടീം സിക്ക് പോയിന്റ് ഇല്ല, ടീം ഡിക്ക് പോയിന്റ് ഇല്ല, ടീം ഇക്ക് 10 പോയിന്റ്, ടീം എഫിന് 15. ആദ്യത്തെ ചോദ്യം, ഇതിന്റെ പ്രത്യേകത കൊട്ടേഷനുകളാണ്. ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റോ ഒരാളിനെ കുറിച്ചുള്ള ഒരാളുടെ കൺസെപ്റ്റോ ഒക്കെ ആയിരിക്കും ചോദ്യമായിട്ട് വരിക. അപ്പം പേരുകൾ പറയേണ്ടതാ, നിങ്ങൾ പേരുകൾ പറയുക എന്നുള്ളതാണ് ഈ റൗണ്ടിന്റെ പ്രത്യേകത. ചോദ്യം, അയാൾ ദൈവത്തെ വിശ്വസിച്ചു, അത് അയാൾക്ക് നീതിയായി കണക്കിട്ടു. ആ വ്യക്തി ആരാണ്? അയാൾ ദൈവത്തെ വിശ്വസിച്ചു, അത് അയാൾക്ക് നീതിയായി കണക്കിട്ടു. ടൈം സ്റ്റാർട്ട് നൗ. ഉത്തരം തെറ്റാണ്. ഒറ്റ ഉത്തരം മാത്രം മതി. ഒറ്റ ഉത്തരവോട് നീളമുള്ള ഉത്തരങ്ങളൊന്നുമില്ല. അയാൾ ദൈവത്തിൽ വിശ്വസിച്ചു, അത് അയാൾക്ക് നീതിയായി കണക്കിട്ടു. ആരാണ് ആ വ്യക്തി? ഉത്തരം ശരിയാണ്, അബ്രഹാം. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യമാണ്
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നത് ഒരു കറന്നിരുന്ന പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയുടെ ഉടമസ്ഥൻ ആരാണ്? ഉത്തരം ശരിയാണ്, അപ്പോസ്തലനായ പൗലോസ്. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ നിനക്കൊരു മകൻ ഉണ്ടാകും. ഇത് കേട്ട വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആരോടാണ് ഇത് പറഞ്ഞത്? ഞാൻ ഈ സമയത്ത് നിന്റെ അടുക്കൽ വരും, അപ്പോൾ നിനക്കൊരു മകൻ ഉണ്ടാകും. ആർക്കാണ് മകൻ ഉണ്ടാകുന്നത്? ഉത്തരം തെറ്റാണ്. മൂത്തവൻ ഇളയവനെ സേവിക്കും. എങ്കിൽ ഇളയവൻ ആരാണ്? ഉത്തരം ശരിയാണ്, യാക്കോബ്. ഈ 10 പോയിന്റ്. എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. അത് റോമർക്കെഴുതിയ ലേഖനത്തിലെ ഒരു ഫ്രേസാണ്. അത് പഴയ നിയമത്തിലെ ഒരു വലിയ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ. ആ പ്രവാചകൻ ആരാണ്? പഴയ നിയമത്തിലെ ഒരു വലിയ പ്രവാചകൻ പറഞ്ഞ വാക്കാണ്. ആരാണ് ആ പ്രവാചകൻ? ഉത്തരം ശരിയാണ്, യെശയ്യാവ്. ഒരു പേര് ജാതികളെ ഭരിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പേരിന്റെ ഉടമസ്ഥൻ ആരാണ്? അതിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് പറഞ്ഞത്. പക്ഷെ അതിനെപ്പറ്റി പറഞ്ഞത് ഒരു രാജാവിന്റെ അപ്പനാണ് ആ ആള്. ഒരു രാജാവിന്റെ അപ്പനാണ് ആ ഉടമസ്ഥൻ. ഇതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഒരു പേര് ജാതികളെ ഭരിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പേരിന്റെ ഉടമസ്ഥൻ, ആ പേര് ആരാണ് എന്നുള്ളതാണ്. അത് ഒരു രാജാവിന്റെ അപ്പനാണ് ആ പേരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇശായി. ഉത്തരം ശരിയാണ്. എനിക്ക് വളരെ സന്തോഷം. റൗണ്ടിലെ റിസൾട്ട് വായിക്കണം. ടീം എ 10 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 10 പോയിന്റ്, ടീം എഫ് 10 പോയിന്റ്. 5 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ പോയിന്റ് നിലവാരം: ടീം എ 45 പോയിന്റ്, ടീം ബി 45 പോയിന്റ്, ടീം സി 30 പോയിന്റ്, ടീം ഡി 25 പോയിന്റ്, ടീം ഇ 35 പോയിന്റ്, ടീം എഫ് 35 പോയിന്റ്. ഇതിൽ യെശയ്യാവല്ലാത്തൊരാൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതാണ് അല്ല. ഉത്തരം 2 നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ടീം ഇക്ക് ഉത്തരം തെറ്റാണ്. 10 സെക്കൻഡ് അല്ല, 5 സെക്കൻഡ്. ഉത്തരം എലീഷ കറക്റ്റാണ്. ടീം ഇ 10 പോയിന്റ്. ടീം ഇ 10 പോയിന്റ്. മറഞ്ഞു കിടക്കുന്ന പാറകൾ, ഇവർ സ്നേഹശക്തികളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ എന്ന് സംബോധന ചെയ്ത അപ്പോസ്തലനുണ്ട്, അല്ലെങ്കിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം എഴുതിയ അപ്പോസ്തലൻ ആരാണ്? ലേഖനത്തിനും അപ്പോസ്തലനും ഒരു പേര് തന്നെയാണുള്ളത്. അപ്പം അതാരാണ്? കാലന്റെ കാലൊച്ച കാതുകളിൽ കേട്ടപ്പോൾ കാലത്തെ കാൽമുട്ടുകൾ കൊണ്ട് പിടിച്ചെടുത്ത് കൈവെള്ളയിൽ വരുത്തിയ മനുഷ്യൻ ആരാണ്? സിമ്പിളാണ്, ശാന്തമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. കാലിന്റെ കാലൊച്ച കാതുകളിൽ കേട്ടപ്പോൾ കാലത്തെ കാൽമുട്ടുകൾ കൊണ്ട് കൈവെള്ളയിൽ വരുത്തിയ മനുഷ്യൻ ആരാണ്? സിമ്പിളായിട്ട് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് ആയുസ് മാറ്റ മനുഷ്യൻ ആരാണെന്നേ ഉള്ളൂ. ഇതിനേക്കാൾ സിമ്പിൾ ആകാൻ എനിക്ക് പറ്റില്ല.
ഞാനത് എൻ്റെ പ്രാസം പറയുന്നില്ല, എൻ്റെ നോർമൽ ക്വസ്റ്റ്യൻ പറഞ്ഞ മരിക്കാൻ ഉറപ്പായപ്പോൾ പ്രാർത്ഥിച്ച് ആയുസിന് ദീർഘമായിച്ച മനുഷ്യനാകാം. സിമ്പിൾ. ഉത്തരം തെറ്റാണ്. ഹിസ്കിയാവ്. ഉത്തരം ശരിയാണ്. ഇത്രയും താഴ്ന്ന് ഞാൻ പറഞ്ഞ മക്കളെ. അപ്പോ നിങ്ങൾക്ക് ഉത്തരം തെറ്റ്. ടീം ഇ 15 തെറ്റ്. നിങ്ങളോടല്ലേ ചോദ്യം? അല്ല, നിങ്ങൾ പിന്നെ അവസരം 5 സെക്കൻഡ്. മണലിൽ മുട്ടയിടുന്ന ഒരു പക്ഷിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഏതാണ് ആ പക്ഷി? ഒരുപക്ഷെ ഏറ്റവും വലിയൊരു പക്ഷിയുമാണ് വാട്ടക പക്ഷി. ഉത്തരം ശരിയാണ്. ടീം സി 10 പോയിന്റ് ടീം സി കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്ത ടീം ബിയോടാണ് കേട്ടോ അടുത്ത ചോദ്യം. അതല്ല, എന്താണ്? ജീവനോടിലേക്ക് സ്വന്തം ശരീരം മുറിച്ചു നൽകിയ മനുഷ്യൻ ആരാണ്? മുപ്പത് സെക്കൻഡ് ഇവിടെ. ഉത്തരം തെറ്റാണ്. 2 അല്ല. ടീം എക്ക് ടീം ബി സ്വന്തം ശരീരം കുറിച്ച് നൽകിയ മനുഷ്യനാരാണ്? അതും സെക്കൻഡിൽ കൂടണം. ടൈം ഔട്ട്. ചോദ്യം ആവർത്തിച്ചാൽ അതും സെക്കൻഡിൽ കൂടും. കഴിഞ്ഞു. ഓക്കെ. മഹത്വത്തിന്റെ വാതിൽ എന്ന റിസൾട്ട് ആണ് വായിക്കുന്നത്. ടീം എ 0, ടീം ബി 5 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 0, ടീം ഇ 10 പോയിന്റ്, ടീം എഫ് 10 പോയിന്റ്, ക്രിസ്മസ് 10 പോയിന്റ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്നാൽ പഴയ നിയമം അവസാനിക്കുന്ന പറഞ്ഞതാണ്. അറിയില്ല. പാസ്. എത്ര പുസ്തകങ്ങളായി വിഭജിച്ചിരിക്കുന്നു? സങ്കീർത്തനം 150 എന്നാൽ അത് ഒരു ഡിവിഷൻ, 1-ാം പുസ്തകം 2-ാം പുസ്തകം എന്ന് തുടങ്ങി ഡിവിഷൻ. അങ്ങനെ എത്ര ഡിവിഷനുകൾ ഉണ്ട്? ഉത്തരം ശരിയാണ്. 5 ഡിവിഷനുകൾ. കാരണം കെട്ടിങ്ങാണ് മനുഷ്യർപ്പം. അതിന് പകരക്കാരായി തെരഞ്ഞെടുത്ത അപ്പോസ്തലൻ ആര്? ഉത്തരം ശരിയാണ്. ടീം ഇ. ടീം എയോടാണ് അടുത്ത ചോദ്യം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർവ്യാജം എന്ന് പഠിപ്പിച്ച അപ്പോസ്തലൻ ആരാണ്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർവ്യാജം എന്ന് പഠിപ്പിച്ച അപ്പോസ്തലൻ ആരാണ്? അല്ല, ഒരു ചാൻസ് കൊടുത്തു. 2 അല്ല. ഉത്തരം യാക്കോബാണ്. വളരെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഈ ചെറിയ മീറ്റിംഗിൽ കടന്നു വരാമെന്ന് സമ്മതിക്കുകയും ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ കടന്നു വരികയും ചെയ്ത സംസ്ഥാന ട്രഷറർ ഡോക്ടർ ഫിലിപ്പി മാത്യുവിനെ കോട്ടയം മേഖലാ സൺഡേ സ്കൂളിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് നടന്നുപോയി സ്വാഗതം. ഈ സമ്മേളനം മുഖ്യ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനും നാം ക്ഷണിച്ചിരിക്കുന്നത് പാമ്പാടി സെൻട്രൽ ശുശ്രൂഷകൻ ബഹുമാനീയനായ പാസ്റ്റർ സാം ദാനിയൽ അവരുകളാണ്. കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിലും നമ്മുടെ പ്രിയ ദേവദാസനെ ക്ഷണിച്ചിരുന്നു. നമ്മൾ ക്ഷണിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ, അതിലുപരി വളരെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്നും കൈത്താങ്ങൽ നൽകിത്തരുന്ന മാന്യ കർത്തൃദാസനാണ് പാസ്റ്റർ സാം ദാനിയൽ അവരുകൾ. പ്രിയ ദേവദാസനെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ തരുണത്തിൽ പാസ്റ്റർ സാം ദാനിയലിനെ IPC സൺഡേ സ്കൂൾ കോട്ടയം മേഖല സൺഡേ സ്കൂളിന്റെ നാമത്തിലുള്ളതായ സ്വാഗതം ഈ സമയം അറിയിക്കും. ഇന്നത്തെ മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് മുണ്ടക്കയം സെന്ററിന്റെ ശുശ്രൂഷകൻ ബഹുമാനീയനായ പാസ്റ്റർ ET കുഞ്ഞുമോൾ അവരുകളാണ്. പ്രിയ ദേവദാസൻ നമ്മുടെ കോട്ടയം മേഖലയിലെ സൺഡേ സ്കൂളിനോടുള്ളതായ ബന്ധത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. എങ്കിലും വളരെ സന്തോഷത്തോടുകൂടി സമയത്തിന് മുൻപ് തന്നെ അദ്ദേഹം ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടിയായി തീർന്നു. കോട്ടയം മേഖലാ സൺഡേ സ്കൂളിന്റെ നാമത്തിലുള്ളതായ എല്ലാവിധ സ്വാഗതവും പ്രിയ ദേവദാസനെ ഞങ്ങൾ അറിയിക്കുന്നു.
പ്രിയ ഫിനിസാറിന്റെ കൂടെ ബഹുമാനേട്ട കത്രദാസൻ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദേവദാസനെ ഞങ്ങളെ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ കോട്ടയം മേഖലയുടെ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ദേവദാസൻ, ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ എം ഇ എബ്രഹാം, കോട്ടയം മേഖല സെക്രട്ടറി പ്രിയ ഷാജി തോമസ്, കോട്ടയം നോർത്തിന്റെ സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ടി വർഗീസ് സാർ, ഈ സഭയിലെ ദൈവമക്കൾ, ഈ ഗ്രൂപ്പ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കടന്നു വന്ന മത്സരനിധികളായ കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. സോറി, ഈ ക്വിസ് പ്രോഗ്രാം നടത്തിയ നമ്മുടെ ക്വിസ് മാസ്റ്റർ രാജീവ് ജോൺ, ബഹുമാനപ്പെട്ട സാറിനെയും നമ്മുടെ പ്രോഗ്രാം ലൈവായി ടെലികാസ്റ്റ് ചെയ്ത പ്രിയ ബഹുമാനിയ ദേവദാസന്മാരെയും സഹോദരന്മാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കോട്ടയം മേഖലയിൽ 16 സെന്ററുകൾ സജീവമായിട്ടുണ്ട്. വൈക്കം, കുറവിലങ്ങാട്, പൊൻകുന്നം, കാനം, പാമ്പാടി, പാമ്പാടി ഈസ്റ്റ്, പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, എരുമേലി, പാറത്തോട്, മുണ്ടക്കയം, ഇങ്ങനെ വൈക്കം, ഇങ്ങനെ 16 സെന്ററുകൾ ഉള്ള ഒരു ബൃഹത്ത 22 സെന്ററുണ്ട്, മേലിക ഉൾപ്പെടെ. പക്ഷെ സൺഡേ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 16 സെന്ററുകളാണ്. ഈ 16 സെന്ററുകളിൽ ഉള്ള ആളുകളെ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ താരതമ്യം നടന്നത്. പക്ഷേ കോട്ടയം നോർത്ത് സെന്ററും സൗത്ത് സെന്ററും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അതിന്റെ ചുമതലയിൽ നടത്തിയാൽ മതിയായിരുന്നോ എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തോന്നി. കാരണം 16 സഭകളും കോട്ടയം നോർത്തും സൗത്തും മാത്രമായിരുന്നു. 12 സഭകൾ കോട്ടയം നോർത്തിൽ നിന്നും 4 സഭകൾ കോട്ടയം സൗത്തിൽ നിന്നും ഉണ്ടായിരുന്നു. മറ്റ് സഭകളിൽ നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് സെന്ററിൽ നിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയും ലഭിച്ചില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് കാരണമായി തീർന്ന ആള് പ്രിയ സാന്താനിക പാസ്റ്ററാണ്. കഴിഞ്ഞ വാർഷികത്തിൽ നിശ്ചിതമായ വിമർശനമാണ് സോണലിനെതിരെ അദ്ദേഹം അയച്ചുവിട്ടത്. എന്നോട് പറഞ്ഞ് ഫെയ്ത്തെ, നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യാം, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്നെ സമീപിക്കുക, അതിന് വേണ്ട സാമ്പത്തികം ഞാൻ തരാം. അങ്ങനെയാണ് ബൈബിൾ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട് തുടക്കം പ്രിയ സാന്താനിക പാസ്റ്ററുടെ വാക്കാണ്. എന്നിട്ടും ഞാനും പ്രിയ എം പാസ്റ്റർ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ 1ാം സമ്മാനമായ 7500 ഞങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ സാന്താനിക പാസ്റ്ററോട് അത് പറയാനൊരു മടി. പാസ്റ്ററെ 1, 2, 3, 1ാം സ്ഥാനം 7500, 2, 5, 3, 3ാം സമ്മാനം 3000. പാസ്റ്റർ ഏതെങ്കിലും എടുക്കണം ഇങ്ങനെ പറയുമ്പോൾ മനസ്സിൽ ഒന്നെടുക്കണേ എന്നാണ്. പക്ഷെ പാസ്റ്റർ ഞങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആരെങ്കിലും തന്നോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാനത് തരാമോ? അത് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. കർത്താവിന്റെ ദാസി നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ കണ്ടത് ആന്റിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ വന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഫിനിജാൻ പോകാൻ വേണ്ടി തിരുത്തും കൂട്ടുന്നുണ്ട്. പൊക്കോട്ടെ എന്ന് അനുവാദം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉദ്ഘാടനം ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് ഉടനെ പോകാൻ അനുവദിക്കുകയാണ്. പ്രിയ ഫിനിജാനെ പക്ഷേ ഇന്ത്യൻ പെന്തക്കോസ്തയുടെ കോട്ടയം സോൺ സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രത്യേക പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരന്മാർക്കും മേഖല സൺഡേ സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. ഞാൻ ഇത്രയും പേരെ അല്ല പ്രതീക്ഷിച്ചത്. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഭാരവാഹികള് താല്പര്യമായിട്ട് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടെ ഒന്നും കൂടെ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള ഒരു പ്രത്യേക ചിന്ത നൽകുകയാണ്. ഇതിൻ്റെ പ്രസിഡന്റ് നമ്മുടെ അധ്യക്ഷത വഹിക്കുന്നത് ഈ കോട്ടയം മേഖലയിൽ വളരെ സജീവമായ ആത്മീയ മേഖലയിൽ മുൻപിൽ നിൽക്കുന്ന നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ട്രഷറർ ഇവാഞ്ചലിസ്റ്റ് ഫെയ്ത്ത് മോൻ, അദ്ദേഹത്തിൻ്റെ നല്ല അധ്യക്ഷതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയ ജോൺ മാത്യു,
വൈസ് പ്രസിഡന്റ് പാസ്റ്റർ EFP എബ്രഹാം, സെക്രട്ടറി പ്രിയാൻ ഷാജി തോമസ് തുടങ്ങിയ പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ വന്ദനം പറയുന്നു. മുണ്ടക്കയം സെൻറ്ററിൻ്റെ ശുശ്രൂഷകൻ പാസ്റ്റർ E.T. കുഞ്ഞുമോൻ പറയുക. അതുപോലെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ദൈവം കൊണ്ടുവന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. നമ്മുടെ സ്റ്റേറ്റ് സൺഡേ സ്കൂളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഏറെക്കുറെ സജീവ സാന്നിധ്യമായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ ഫിന്നി അവരുകളാണ്. ഞങ്ങൾ തമ്മിൽ ചെറുപ്പകാലം മുതൽ തന്നെ ബന്ധമാണ്. വളരെ നല്ല, അദ്ദേഹം പറഞ്ഞത് പാലക്കാട് കോളേജിൻ്റെ അധ്യാപകനായിട്ടൊക്കെ വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഇപ്പോഴില്ലെന്ന് തോന്നുന്നത് വളരെ താല്പര്യമായി കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാനിടയായി, നല്ല സന്ദേശം കേൾക്കാനിടയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന പ്രിയ പാസ്റ്റർമാർക്ക്, അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാം അതിൻ്റെ ക്വിസ് പ്രോഗ്രാം ക്വിസ് മാസ്റ്ററായിട്ട് കാര്യങ്ങൾ ചെയ്ത കർത്താവിദാസൻ, ഇവിടെ വന്നുചേർന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് ഇന്ന് ഈ ക്വിസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ വന്ദനം പറയുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അതിൻ്റെ ഒരു കാര്യം, നമ്മൾ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ പുറകോട്ടാണോ എന്നൊരു സംശയമുണ്ട്. മുമ്പേ ഈ കർത്താവിദാസൻ തോമസ് ആൽവായേഴ്സിൻ്റെ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു മനുഷ്യനാണ്. ബൾബിൻ്റെ പരീക്ഷണം തന്നെ 2000 അറ്റംപ്റ്റാണ് നടത്തി. 2000 അങ്ങനെ ആ ഒരു അറ്റംപ്റ്റിൽ ലാസ്റ്റാണ് തനിക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ തന്നെ ജയിക്കാനുള്ള കാരണം അമ്മ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. എൻ്റെ ചിന്ത പ്രിയ പിന്നെ സാറ് പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമാണ്. സോറി, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു തല്ലിപ്പൊളിയായിരുന്നു. തല്ലിപ്പൊളിയായ ആ തോമസ് പഠിക്കത്തുമില്ല, മനമണ്ടനാണ്. സാർ പറഞ്ഞതുപോലെ മറ്റു കുട്ടികളുടെ ഇടയിലൊക്കെ വളരെ മോശമായ പരിപാടികൾ ചെയ്യുക. ആ സമയത്ത് സ്കൂളിൽ നിന്ന് കൂടി പുറത്താക്കിയേ പറ്റുള്ളൂ. ടീച്ചർ ഒരു കത്ത് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. അവനോട് പറഞ്ഞ് നീ പൊട്ടിക്കരുത്, എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവന് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അമ്മ അത് വായിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നാൽ കത്ത് പൊട്ടിച്ചിട്ട് അമ്മ മോനോട് പറഞ്ഞു, മോനെ തോമസേ, നീ ഭയങ്കര മിടുക്കനല്ല. നിന്റെ ടീച്ചർ നിന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നീ ബഹുമിടുക്കനാണ്. നിന്നെ പോലെ ഐക്യമുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമല്ലിത്. വളരെ മെച്ചപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അതിനേക്കാൾ അമ്മ തന്നെ പഠിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ള ചിന്ത കൊടുത്തപ്പോൾ ഈ തോമസിന് ഒന്നും മനസ്സിലായില്ല. തോമസ് ചോദിച്ചു, അമ്മ എന്താ എഴുതിയിരിക്കുന്നത്? മോനെ, നിന്നെക്കുറിച്ച് നിന്റെ ടീച്ചർ വളരെ നല്ല അഭിപ്രായം എഴുതിയിരിക്കുന്നത്. നീ ബഹുമിടുക്കനാണ്. അതുകൊണ്ട് നാളെ തൊട്ട് നീ സ്കൂളിൽ വരണ്ട. അമ്മ ചേർത്ത് പഠിച്ചു. നമ്മുടെ ഏതൊരു പരിപാടിയും വിജയിക്കണമെങ്കിൽ ചേർത്ത് പിടിക്കണം. നമ്മളൊരു സ്ഥാനത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെയും കുറ്റം പറയുന്നത് ചിന്തിക്കരുത്. ഞാൻ സീനിയർ സിറ്റിസനാണ്. എനിക്ക് 2 മക്കളുമാരുണ്ട്, 2 കുടുംബസ്ഥരാണ്, കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട്, എൻ്റെ ഭാര്യയുടെ ഉണ്ട്. എന്നാൽ ഇന്ന് ഞാൻ സജീവമാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 10% ഡിസ്ട്രിക്റ്റിൻ്റെ, ഞാനൊരു സഭയുടെ പാസ്റ്ററല്ല. ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്റർ ആയതിനു ശേഷം ഞാൻ നിങ്ങൾ ചിന്തിക്കും, ഇന്ന് 25ാമത്തെ വർഷത്തിലേക്കാണ് ഇരിക്കുന്നത്. സെൻട്രൽ പാസ്റ്ററായിട്ട് 25ാമത്തെ വർഷമാണ്. ഞാനൊരു സഭയുടെ പാസ്റ്ററായിട്ട് എൻ്റെ തുടക്കത്തിൽ സഭാ ശുശ്രൂഷ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആകുന്ന സമയം 2 വർഷം സഭയുടെ ശുശ്രൂഷയിൽ ചേർത്തെടുത്തു. അന്ന് ഞാൻ ആക്റ്റീവായിരുന്നു. ഒരാഴ്ചയിൽ 14% ലീവായിരുന്നു സഭയുടെ ശുശ്രൂഷ. ഇന്ന് കുറഞ്ഞത് 10%. ഇതെങ്ങനെ സഭാ ശുശ്രൂഷയില്ലാതെ 10% ചിന്തിക്കും.
ശനി വരെ സൂമിൽ മീറ്റിംഗ് ഉണ്ട്. അവസാനം ഇനി എൻ്റെ പ്രസംഗം ആര് പ്രസംഗിച്ചാലും 10 മിനിറ്റ് കൺക്ലൂഡ് ചെയ്യാൻ എനിക്കുണ്ട്. ഇന്നിനി രാത്രിയിൽ മീറ്റിംഗ് ഉണ്ട്. ഇതുകൂടാതെ സൺഡേ സ്കൂള്, PIPA, മറ്റ് പ്രോഗ്രാമുകൾ, മറ്റ് വിവിധ ബോർഡുകൾ, 10-14 ബോർഡുകൾ ഞങ്ങളുടെ സെന്ററിലുണ്ട്. എല്ലാ ദിവസവും നല്ല കൂട്ടായ്മകളുണ്ട്. നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനം തന്നെ ഇപ്പോൾ 3 വർഷമായിട്ട് 125 പല പ്രവർത്തന സ്ഥലങ്ങൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. 100 പാസ്റ്റേഴ്സിനെ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ജൂൺ മാസം 4-ാം തീയതി ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു കർത്തൃദാസനെ മുടക്കല തിയോളജിക്കൽ സെമിനാരിയും സെറബാർ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചെടുത്ത ഷാൻഡിൽ മാത്യുവിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് ജോണയും ഞങ്ങൾ പഞ്ചാബിന് വിഷമതയായിട്ട് വിടുകയാണ്. ഞാൻ ഈ പറയുന്നത് ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല. ഒരു സ്ഥാനത്തിരുന്നാൽ ആ സ്ഥാനത്ത് ചലനം ഉണ്ടാകണം, ഉണ്ടായേ പറ്റുള്ളൂ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാറില്ല. നിങ്ങൾക്ക് എൻ്റെ സെന്ററിലെ വളരെ അടുത്ത ബന്ധമുള്ള എൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാറില്ല, ഒരു വീട് വിസിറ്റ് ചെയ്യാറില്ല. നമ്മളെ കുറച്ചും കൂടെ പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഭിത്തി ഒട്ടിച്ചെന്ന്. ഞാൻ ഭിത്തി ഒട്ടിക്കുന്നില്ല, പക്ഷെ കുറച്ചും കൂടെ നമ്മുടെ തലങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. ഇറങ്ങിയേ പറ്റൂ. ഈ കോട്ടയം മേഖല പോലെ ഞാൻ കൊട്ടാരക്കര സെന്ററിന്റെ കൊട്ടാരക്കര മേഖലയുടെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 96-97 കാലങ്ങളിൽ എൻ്റെ കാലങ്ങളിലാണ് ഇന്ന് കൊട്ടാരക്കര മേഖലയുടെ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് കൺവെൻഷന്റെ ക്രമീകരണങ്ങളോടുള്ള ബന്ധത്തിലുള്ള അതുപോലെയുള്ള ഇന്നത്തെ ക്രമീകരണം തുടക്കമിട്ടത് എൻ്റെ കാലയളവിലാണ്. 2 വർഷമേ അവിടെ ഇരുന്നുള്ളൂ. 3-ാം വർഷം ഞാൻ ഗൾഫിലേക്ക്, ദുബൈയിലേക്ക് 98-ൽ പാസ്റ്ററായിട്ട് പ്രീസ്റ്റ് വിസയിൽ തന്നെ ദുബൈയിലേക്ക് പോകാനുള്ള അവസരമുണ്ടായി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നമുക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഓരോ ഡിസ്ട്രിക്റ്റിനും 2 ഡിസ്ട്രിക്റ്റ്, കോട്ടയം നോർത്ത്, സൗത്ത്, ഇവിടെ 22 സെന്ററിൽ കൂടുതൽ ഇപ്പോഴുണ്ട്. പുതുതായിട്ട് വന്നിരിക്കുന്ന ഏരിയ നമ്മുടെ സജി പാസ്റ്റർ ഏരിയയും കൂടെ, അതുപോലെ അയക്കുന്ന ഏരിയയും കൂടെ ഒക്കെ ചിന്തിച്ചാൽ 24 വരും. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം. നിങ്ങളെല്ലാവരും ഉത്സാഹിക്കണം. ഞാൻ ഒരു പ്രസംഗം പറയുന്നില്ല, എന്നാലും ഒരു കാര്യം, 101-ാം സങ്കീർത്തനത്തില് ദാവീദ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ദൈവത്തോട് ചോദിക്കുക, നീ എപ്പോഴാണ് എൻ്റെ അടുക്കൽ വരുന്നത്? When will you come to me? നീ എപ്പോഴാണ് എൻ്റെ അടുക്കൽ വരുന്നത്? അതിന് മറുപടി അദ്ദേഹം തന്നെ പറയുക, ഞാൻ രാജാവാണ്, മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല സാധ്യതകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു തീരുമാനം താൻ എടുക്കുക, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ തീരുമാനം. എപ്പോൾ ദൈവം നമ്മുടെ അടുക്കൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിന് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം. When shall I come before God for dedication? നമ്മളൊരു സമർപ്പണത്തിനായിട്ട്, ഒരു ഡിറ്റർമിനേഷനായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ എപ്പോൾ ചെല്ലുമോ അപ്പോൾ ദൈവം നമ്മുടെ അടുക്കൽ വരും. പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല, ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരണം. എങ്ങനെ ദൈവത്തിന് വരാൻ കഴിയുന്നു? കോട്ടയം മേഖലയിലുള്ളവരോട് പറയേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുത്ത് വരും? എന്നിട്ട് I will എന്ന് 10 പ്രാവശ്യം 101-ാം സങ്കീർത്തനത്തിൽ I will do. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ചെയ്യും.
എന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഒരു തുടർന്ന് ഒത്തിരി കാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ വെക്കിയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്രമം കെട്ടവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറയാം. സമയം ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അത്യാവശ്യം കർത്തൃദാസൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഐ വിൽ ഡു, ഞാൻ ചെയ്യും. ഒരു ശിവർത്തിയായ നമ്മുടെ ഈ ആണ്ടർദിക്കും ഒക്കെ ആണ്ടാരംഭത്തിനൊക്കെ നമ്മൾ എഴുന്നേറ്റ് പറയും കഴിഞ്ഞ വർഷം ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഈ വർഷവും അതിനേക്കാൾ പറഞ്ഞാൽ അതിനപ്പുറമൊന്നും ബോധമൊന്നുമില്ല. തീരുമാനം ഇങ്ങനെയൊക്കെയുള്ള തീരുമാനം മാറ്റിക്കളയണം, എടുത്ത് കളയണം. ഇന്ന് നമ്മളെയൊക്കെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്, നന്മ വന്നിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ ഏത് നിലയിലായിരുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ എൻ്റെ പറമ്പില് ഇവിടെ കോട്ടയത്ത് തന്നെ ഞാൻ പാടൂര താമസിക്കുന്നത്. എനിക്ക് പാലക്കാട് ഒരു സ്കൂളൊക്കെ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾ അവിടെയുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വന്നതൊന്നുമല്ല. എൻ്റെ പറമ്പിൽ ഞാൻ കായ്ക്കുന്ന ആഞ്ഞിലിയുണ്ട്, എൻ്റെ പറമ്പിൽ ചക്കയുണ്ട്, എൻ്റെ പറമ്പിൽ മാങ്ങയുണ്ട്. ഇതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. എന്തിനാണെന്നറിയാമോ? ആഞ്ഞിലി ചക്ക ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നതല്ല. ഒരു കാലത്ത് എൻ്റെ വിശപ്പ് മാറ്റിയത് ഞാൻ അറിയാം. ഫിന്നി സാറിനൊക്കെ അറിയാം. എൻ്റെ അപ്പച്ചൻ ആശുണ്ടായിരുന്നു. കൊട്ടാരക്കര സെൻറ്ററിൻ്റെ അവസാനം ലോകത്തിൽ നിന്ന് 2011 മാറ്റപ്പെടുമ്പോൾ കൊട്ടാരക്കര സെൻറ്ററിൻ്റെ ആ ഉത്തരവാദിത്തമെടുത്ത് നിൽക്കുന്ന സമയത്താണ് അപ്പച്ചനും അമ്മച്ചിയും അവരുടെ അടുക്കിലേക്ക് പോയത്. അവരൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്. ആൺമക്കളിൽ മൂത്തത് ഞാനാണ്. എൻ്റെ ഒന്ന് പാർശ്വശാന്തി കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരിക്കും. ഇളയാള് ജോസ് ഡാനിയൽ, അതേപോലെ 2 പേരും US-ലാണ്. ഷാജി ഡാനിയൽ ഡൽഹി സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റായിട്ട് കൂടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കോട്ടയം കൺവെൻഷന് തോന്നുന്നു ഒരു പ്രാവശ്യം തന്നെ അടുത്ത പ്രസംഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പഴയത് മറക്കല്ലേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്യാഷ് ഇട്ട് അറിയാം, പക്ഷെ എൻ്റെ തോടറിയത്തില്ല. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ എന്താകുന്നു എന്നുള്ളത് നമ്മുടെ തലമുറയെ പറഞ്ഞ് നന്നായിട്ട് പഠിപ്പിക്കണം. ബാബാടി സെൻട്രൽ മേഖല തലത്തിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേഖലയിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ, നിങ്ങൾ താല്പര്യമായിട്ട് ഇടപെടണം. ഒരല്പം സ്നേഹത്തോടും കർക്കശ മനോഭാവത്തോടും കൂടി ഇടപെടണം. നമ്മളെല്ലാം ഇങ്ങനെ ആ സെക്കുലർ രംഗത്താണെങ്കിൽ നമുക്ക് വളരെ താല്പര്യമാണ്. പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്കും എല്ലാവർക്കും വളരെ താല്പര്യമാണ്. പക്ഷേ എങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് തെറ്റിദ്ധരിക്കരുത്, എന്നെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. ഞാൻ എൻ്റെ ഡിസ്ട്രിക്റ്റിലെ സൺഡേ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് 3 മുതൽ 15ാം ക്ലാസ് വരെയുള്ള പാഠപദ്ധതി ബിരുദ പരീക്ഷയിൽ ഫസ്റ്റ് മേടിക്കുന്നവർക്ക് 20,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് മേടിക്കുന്നവർക്ക് 10,000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് മേടിക്കുന്നവർക്ക് 5,000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല. ഫസ്റ്റ് മേടിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്കും അതുപോലെ 20,000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് മേടിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകന് 10,000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് മേടിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് 5,000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ചും കൂടെ ബോധവൽക്കരിക്കപ്പെടണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ തലയിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നല്ല, എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് ക്രിക്കറ്റിന് ആവേശം വരാം, ഫുട്ബോളിന് ആവേശം വരാം, മറ്റ് ഹോക്കി അതുപോലെയുള്ള സ്പോർട്സ് തലത്തിലൊക്കെ നമുക്ക് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടുതലാണ് ഞാൻ. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തായിട്ട് കർത്താവേ, ഈ കാലയളവിൽ ഈ വക്രത ഇങ്ങോട്ട് പോകുന്ന തലമുറയുടെ നടുവില് അതിനായി പരമാർത്ഥിയായി ദൈവത്തിൽ നിഷ്കളങ്കമായി മകളായി ജീവിക്കേണ്ടതിന് ജീവന്റെ വചനം പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് നക്ഷത്രത്തെ പോലെ എന്റെ തലമുറ പ്രകാശിക്കണം. എന്റെ തലമുറ പ്രകാശിക്കണം. എന്റെ സഭയിലെ യുവതിവാക്കൾ പ്രകാശിക്കണം. ഈ കോട്ടയം മേഖലയിലുള്ള എന്റെ യുവതിവാക്കൾ പ്രകാശിക്കണം. ആ ബോധത്തോടുകൂടെ നിഷ്ക്രിയത്വം എന്ന വാളത്തിൽ നിന്ന്
ആമേൻ, ഒരു ജഡ്ജിയെ ഒരു പുതുച്ചേർത്ത നടത്താം. അതിനായിട്ട് നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞാനത് ചെയ്യും. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പ്രസംഗത്തിന് ഞാൻ താല്പര്യപ്പെടുകയല്ല. ഒരു ഡിറ്റർമിനേഷനിലേക്ക്, ഒരു ഡെഡിക്കേഷനിലേക്ക്, ഒരു സമർപ്പണമാണ്. ഇന്ന് നമ്മളൊരു സമർപ്പണം എടുക്കുക. കർത്താവെ, എൻ്റെ പോരായ്മ ഞാൻ മനസ്സിലാക്കി, തിരുത്താൻ തയ്യാറാണ്. ഇനി ഒത്തിരി കാലം ഇവിടെ ഇല്ല ദൈവമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒത്തിരി കാലമില്ല. എപ്പോഴാണ് കർത്താവ് വരുന്നത് പറയാൻ പറ്റില്ല. ഏത് സമയത്ത് കർത്താവ് വരാം. അതുകൊണ്ട് ഏത് സമയത്ത് കർത്താവ് വന്നാൽ ഗെറ്റ് റെഡി. ഞാൻ വരാൻ തയ്യാറാണ് കർത്താവേ, ഞാൻ വരാൻ തയ്യാറാണ് കർത്താവേ. കർത്തൃസന്നിധിയിൽ സമർപ്പണം എടുക്കാൻ, നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് എത്തിക്കൊടുക്കാൻ. ഈ നല്ല സദസ്സിനെ അങ്ങനെ അനുഗ്രഹങ്ങളുടെ നല്ല അധ്യാപകരെയും സന്ദേശ പുസ്തകങ്ങളെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും ഞങ്ങൾക്ക് തന്നു. ബൈബിൾ കേസൊക്കെ ഞങ്ങൾക്ക് ആ നിലയിൽ ഒന്നും കൂടെ പരിശോധിക്കാനുള്ള അവസരങ്ങൾ തന്നു. ഞങ്ങളുടെ കോട്ടയം സൺഡേ സ്കൂളിനെ മേഖലയെ ഉണർത്തണ പിതാവേ, അടിയനാരുടെ ദാസന്മാരാകുന്ന ഞങ്ങളൊന്നിയ ഈ മേഖലാ സൺഡേ സ്കൂളിനെ ബ്ലസ് ചെയ്യുന്ന പിതാവേ, ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന പിതാവേ. ഞങ്ങളുടെ പഠനത്തിന്റെ പഠനമൊക്കെ മറ്റു വ്യത്യസ്ത മേഖലയിലേക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ കാഴ്ചവെച്ച ഞങ്ങളുടെ പിതാക്കന്മാരേക്ക് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. മഹത്വം സകല ദോഷങ്ങളും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കോട്ടയം മേഖലയിൽ 2016 മുതൽ 22 വരെ സോളമിന്റെ ട്രഷറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന PM തോമസ് കൂടി ചേർന്നത്. അത് ഞാൻ ആ വർഷം ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പ്രിയ ജോണച്ചാൻ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു. ഈ ഒരു വർഷം ടീമിലാണ് പാമ്പാടിൽ നിന്ന് ആളുകൾ ഇല്ലാത്തത്. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. വരും വർഷങ്ങളിലുള്ള പിന്തുണ ഉണ്ടാകുമല്ലോ. സമാധാനത്തിന് മുൻപ് ചില വാക്ക് ക്രിസ്തുമാസമായി വന്ന കർത്താവിന്റെ ദാസൻ രാജീവ് മാസ്റ്റർ പറയും. ഒരു അദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഒരുപാട് സന്തോഷമുണ്ട്. അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയുടെ മധ്യമേഖല സൺഡേ സ്കൂളിന്റെ കൺവീനറായിരുന്നു. അപ്പോൾ തന്നെ ക്രൈസ്റ്റ് അംബാസഡേഴ്സിന്റെ മധ്യമേഖലയുടെ കൺവീനറായിരുന്നു. ഇപ്പോൾ AG-യുടെ മധ്യമേഖല ഇവാഞ്ചലിസം കൺവീനറായിട്ട് കർത്താവിന്റെ ദാസൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ PCA-യുടെ വർക്കിംഗ് പ്രസിഡന്റാണ് കോട്ടയം ജില്ലയിലെ. HMI കോട്ടയം ജില്ലയുടെ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞ ഒരുപാടുണ്ട്, തീരുന്നില്ല. വളരെ സജീവമാണ്. പ്രത്യേകിച്ച് കോട്ടയം നോർത്ത് സെൻട്രലിൽ കോട്ടയം മേഖലാ സൺഡേ സ്കൂളിലെ താഴത്തുള്ള ചുമതലകളിലെ ഒരു സജീവ മുഖമാണ്. വിവിധയിടങ്ങളിൽ ക്രിസ്മസുകൾ നടത്തുന്ന നല്ല ക്രിസ്മസാണ്. ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളിൽ ഒരുമിച്ച് പോകുവാനും ഒരുമിച്ച് ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നിമിഷം ചില വാക്യം സംസാരിക്കുവാൻ വേണ്ടി രാജീവ് മാസ്റ്റർ പ്രവേശിക്കും. കൂടുമ്പോൾ ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ നേരെ നോക്കുന്നവരെല്ലാം മൊബൈലിൽ നോക്കും. അപ്പോൾ അതുകൊണ്ട് പറയാൻ നല്ലത്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു വേദി ഉണ്ടാവുന്നതും അതിന് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അവസരം തന്നത് പ്രിയ ഫേദിക്കാനാണ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്നിച്ച് പറന്നില്ലെന്ന് ഒന്നിച്ച് പറന്നവർ, അതുപോലെ ഞങ്ങൾ സ്നേഹിതരാണ്. അതുപോലെ ആത്മാർത്ഥ സ്നേഹം വ്യക്തികളുടെ ഞങ്ങൾക്കുണ്ട്. ആ ഒരു സ്നേഹബന്ധത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം താൻ സംഘടിപ്പിച്ചപ്പോൾ എൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. എനിക്ക് ഈ ഒരു അവസരം തന്നു. എന്നോട് ഒത്തിരി ചിട്ടകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല കോർഡിനേഷൻ തന്നത് സാറാണ്. കാരണം ഞാനെല്ലാം ചോദിക്കും, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനൊരു ഐഡിയ ഉണ്ട്, അതിന് നല്ല ചിത്രമുണ്ട്. പിന്നെ നമ്മൾ വരച്ചു കൊടുക്കാൻ മതി. അതുകൊണ്ട് ആ പ്രിയ സാറാണ് ഇങ്ങനെയൊരു സന്ദർഭത്തിൽ എന്നെ ഇങ്ങനെയൊരു ക്ഷണിച്ചതിനുള്ള പ്രത്യേക നന്ദി സാറിനോട് അറിയിക്കുന്നു. അതിൻ്റെ സംഘാടക സമിതി പ്രവർത്തിച്ചതിലൂടെ ഞാൻ അഭിവാദം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്ത പ്രിയ സാർ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും ഞങ്ങൾ ഒന്നിച്ച് പല കമ്മിറ്റികളിൽ പ്രവർത്തിച്ചവരും ഇപ്പം ഏറ്റവും അടുത്ത് ഒരു കമ്മിറ്റിയിൽ ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. കർത്താനദാസനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയ സാമ്രാജ്യ പാസ് ഞാൻ ഒരുപാട് മീറ്റിങ്ങുകളിൽ കർത്താനദാസനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അവസാനം നേരിട്ടുണ്ട്, മീറ്റിംഗ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും അങ്ങനെ ഒരു അവസരം കിട്ടിയത് സന്തോഷിക്കുന്നു. എല്ലാ ദേവദാസന്മാരെയും ഞാൻ വന്ദനം പറയുന്നു. എനിക്ക് വലിയൊരു ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ആരും പേര് നീക്കി പറയുന്നില്ല. ഈ ക്രിസ്മസ്
നടത്താൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഒന്നാം റൗണ്ടിലെ ചോദ്യം നമ്മൾ നോർത്തു. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടാണ് ഒന്നാം റൗണ്ട് കൊടുത്തുള്ളത്. പക്ഷേ ഒന്നാം റൗണ്ടിൽ വലിയ ചിലവൊന്നും വന്നില്ല. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇനി ഉള്ളത് അതുപോലെ ആയിരിക്കണം, അപ്പോൾ അതുകൊണ്ട് വലിയ ടൈറ്റും നോക്കാതെ ലൂസായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരു റൗണ്ട് പോലും ഈ 5 പുസ്തകം വായിക്കാത്ത ആളുകളുണ്ട് എന്ന് തോന്നിപ്പോയി. അതായത് സത്യസന്ധമായിട്ട് ഇപ്പോൾ കൈവക്കിയാൽ പലരുടെയും കൈ തോന്നില്ല. 5 പുസ്തകമാണ് ആകെ ഉള്ളത്. ഉൽപ്പത്തി, യോശുവ, സഹേരിയാവ്, അപ്പോസ്തലപ്രവൃത്തി, റോമ. എന്നാലും കൃപയാൽ ഞാൻ 5 പുസ്തകം വായിച്ചു. എന്നുവെച്ചാൽ ചോദ്യം തരാനുണ്ടായി. അപ്പോൾ അതിനാണ് എന്തായാലും നിങ്ങൾ എൻ്റെ ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി കാണും ഇത് പുസ്തക ചോദ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ശീലമായിട്ട് മാറുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ പലരുടെയും കയ്യിൽ കണ്ടു ഈ 1500 15,000 ബൈബിൾസ്. അത്രയും പഠിക്കുന്നതിൻ്റെ പാടില്ല, നമ്മൾ ബൈബിൾ ചുമ്മാ വായിച്ചു നോക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് അനുഗ്രഹമാണ്. ഒരു മത്സര ഇനമായിട്ട് മാത്രം കാണാൻ, ഒരു പഠന വിഷയമായിട്ട് കാണാൻ കഴിയണം. മികച്ച ടീമുകളാണ് വന്നത്. നിങ്ങളിലൂടെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ മത്സരിക്കുക ഇരിക്കുക പറയുന്നതിന് വലിയ പാടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സൺഡേ സ്കൂൾ പുസ്തകം വെച്ച് അന്യം നിന്ന് പോകുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. കാരണം പിള്ളേരൊന്നും ഇല്ല ഓൾറെഡി. എങ്കിലും ഇത്രയും കുഞ്ഞുങ്ങളെ ഈ ഒരു സംരംഭത്തിൽ കൊണ്ടുവരാനൊക്കെ പറ്റിയല്ലോ. ലക്ഷ്യത്തിലേക്ക് കൂടെ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തീർന്നതായിരിക്കും വാക്കിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഈ സമ്മാനദാനമാണ്. ഞാനൊരു കാര്യം കൂടെ പറയാം, സമ്മാനം വാങ്ങിയിട്ട് നിങ്ങൾ ഇതിലേക്ക് പോകരുത്. കാരണം നിങ്ങൾക്കെല്ലാം ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. സ്നാക്സ് അല്ലാതെയുള്ള ഭക്ഷണമാണ് ക്രമീകരിച്ചിട്ടില്ല. ദയവായി ഇവിടെ നിങ്ങൾ ഇരിക്കണമെന്ന് ഓർമ്മിക്കുന്നു. ഞാനൊരു കാര്യം ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നു. 15 സെന്ററുകളിൽ നിന്നുള്ള ആളുകളോട് വന്നില്ലായിരിക്കും. ഒട്ടുമിക്ക സെന്ററുകളുടെയും സാമ്പത്തിക കൂട്ടായ്മ നമുക്കുണ്ടായിരുന്നു. പാമ്പാടിയിൽ നിന്ന് ഫണ്ട് ലഭിച്ചു, പുതുപ്പള്ളിയിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നല്ല ഫണ്ട് ലഭിച്ചു, പൊൻകുന്നം സെന്ററിൽ നിന്ന് നമുക്ക് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്, കോട്ടയം സൗത്ത്, നോർത്ത്, അങ്ങനെ ഒട്ടുമിക്ക സെന്ററുകളും നമ്മൾ സമീപിച്ചപ്പോൾ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അവരോട് പ്രത്യേകം ഇത് ലൈവ് പോകുമ്പോൾ അവർ വന്നില്ലെന്നുള്ള സത്യമാണ്. സാമ്പത്തികമായിട്ട് അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നു. ഈ സമ്മാനദാനം നിർവഹിക്കുന്നത് മുണ്ടക്കൈ സെന്ററിന്റെ സെന്റർ മിനിസ്റ്ററായ ഇ.ടി. കുഞ്ഞുമോൻ പാസ്റ്ററാണ്. എനിക്ക് തോന്നുന്നത് കുഞ്ഞുമോൻ പാസ്റ്റർ കോട്ടയം മേഖലാ സൺഡേ സ്കൂളിന്റെ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഈ 3 വർഷം ഒട്ടുമിക്ക സെൻട്രൽ മിനിസ്റ്റർമാരെയും നമ്മൾ പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതൊരു പുതിയൊരു തുടക്കമായിട്ട് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ VBSന്റെ ട്രെയിനിങ് കർത്താവദാസൻ ഏബ്രഹാം ഷാജി പൊൻകുന്ന സെന്ററിലെ കർത്താവദാസനാണ്. നമ്മുടെ താഴത്തെ വർഷത്തെ ഉദ്ഘാടനം ചെയ്ത് സുനിൽ വേട്ടവന്റെ പാസ്റ്ററാണ്. അതിന് മുമ്പ് ഒരു വാർഷിക സമ്മേളനത്തിൽ രാജുവർമ്മയുടെ പാസ്റ്റർ വന്നിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക സെന്ററിൽ നമ്മുടെ VBSന്റെ ട്രെയിനിങ് സൗത്തിന്റെ സെൻട്രൽ മിനിസ്റ്ററായ ജോയ് ഫിലിപ്പ് പാസ്റ്റർ, ആദ്യത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിട്ട് പാസ്റ്റർ ഫിലിപ്പ് കുര്യാക്കോസ്, അങ്ങനെ ഒട്ടുമിക്ക സെന്ററിൽ നിന്നുള്ള ദൈവദാസന്മാരെ ഉൾപ്പെടുത്തിയാണ് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമാനദാനത്തിന് മുമ്പ് കർത്താവദാസൻ ചില വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഇതിന്റെ ജോയിന്റ് കോർഡിനേറ്റർ ആയിരിക്കുന്ന റോബിൻസ് മുമ്പോട്ട് വന്ന് സമ്മാനത്തെക്കുറിച്ച് വിശദീകരണം നൽകുകയും സമ്മാന വിതരണം നടക്കും. ഇപ്പോൾ ഞങ്ങൾ ട്രോഫി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ മെഗാ ബൈബിൾസ് 2025 എന്ന് പറഞ്ഞൊരു ട്രോഫി തരാൻ പറ്റും. നിങ്ങളുടെ സഭയുടെ പേര് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ വാർഷിക സമ്മേളനത്തിൽ നിങ്ങൾക്ക് ട്രോഫി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുന്നു. ഇപ്പോൾ ക്യാഷ് അവാർഡ് മാത്രമാണ് നൽകുന്നത്. ചില വാക്ക് സംസാരിക്കുവാൻ കർത്താവദാസൻ IPC സൺഡേ സ്കൂൾസ് അസോസിയേഷൻ കോട്ടയം മേഖല സംഘടിപ്പിക്കപ്പെട്ടതാണ്. ഈ ബൈബിൾ ക്വിസ് മത്സരത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ മേഖലയുടെ ട്രഷറർ പ്രിയപ്പെട്ട സ്നേഹിതൻ ഫെയ്ത്ത് മോൻജെ, മേഖലയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട പാസ്റ്റർ ജോൺ മാത്യു, ഉപാധ്യക്ഷൻ പാസ്റ്റർ വി എബ്രഹാം, സെക്രട്ടറി പ്രിയപ്പെട്ട ഷാജി തോമസ്, ക്രിസ്മസായിട്ട് പ്രവർത്തിച്ച എൻ്റെ ദീർഘകാല സ്നേഹിതൻ, എൻ്റെ സഹപ്രവർത്തകൻ, അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകൻ
പാസ്റ്റർ രാജീവ് ജോൺ പുഴനാട് ഈ യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകുന്ന ഞാൻ ഏറെ ശ്രമിക്കുന്ന പാസ്റ്റർ സാം ഡാനിയൽ, പാസ്റ്റർ E.T. കുഞ്ഞുമോൻ, എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ 70 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരു സംവിധാനമുണ്ട്, വിമർശനം. പ്രിയപ്പെട്ട വിമർശനവും സ്വയംവിമർശനവും ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു വലിയ മെഗാ ഇവന്റ് ആയിരിക്കുമെന്ന് കരുതി മറ്റൊരു പ്രോഗ്രാം ചെയ്താണ് ഇവിടെ എത്തിയത്. എങ്കിലും ഇത്രയും പ്രിയപ്പെട്ടവർക്ക് കുഞ്ഞുങ്ങൾ മാറ്റുരയ്ക്കുവാൻ ഇവിടെ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രതിഭാധനരായ കുഞ്ഞുങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. ഞാൻ ദീർഘവർഷങ്ങൾ കൊട്ടാരക്കര മേഖല സൺഡേ സ്കൂളിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ 15 വർഷങ്ങൾ പ്രവർത്തിച്ചു. കുറച്ചുകൂടെ ശക്തവും സുദൃഢവുമായ ഒരു മേഖലയാണ് ഞങ്ങളുടെ കഴിഞ്ഞ ഏപ്രിൽ മാസം 16, 17, 18 തീയതികളിൽ ഞങ്ങളുടെ അലങ്കരിക്കപ്പെട്ട ക്യാമ്പ് നടന്നു. 350-ൽ അധികം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. നിങ്ങളുടെ കോട്ടയം മേഖലയ്ക്ക് ശരിക്കും റിസോഴ്സസ് ഉണ്ട്. എന്നാൽ പങ്കാളിത്തം കൊണ്ട് പല പ്രോഗ്രാമുകളും വേണ്ടത്ര വിജയിക്കുന്നില്ല എന്നത് പ്രിയപ്പെട്ട വാക്കുകളിൽ നിന്ന് മനസ്സിലായി. അതിനെ രൂക്ഷമായി പാസ്റ്റർ സാം ഡാനിയല് ഇതിന് സാമ്പത്തിക സഹായം നൽകാം എന്ന് പറഞ്ഞിട്ടും വേണ്ടത്ര പങ്കാളിത്തം ലഭിച്ചില്ല എന്നത് സംഘാടകരുടെ കുഴപ്പമാണെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരെയും കുറ്റം പറഞ്ഞെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഫോളോ അപ്പ് വർക്ക് ആവശ്യമാണ്. തുടർച്ചയായി സെന്റർ ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ സെന്ററിൽ പങ്കാളിത്തം ഉണ്ടായില്ല. ഇപ്പൊ പ്രസിഡന്റ് കുറ്റക്കാരനാണ് എന്ന് ഞാൻ പറയുന്നത് ദയവായി ക്ഷമിക്കുക. തീർച്ചയായും ഇതുപോലെയുള്ള ഈ സംഘാടനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. ദീർഘകാലമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ YMCA പോലെയുള്ള സെക്കുലർ സംഘടനകളും ഒക്കെ പ്രവർത്തിച്ച അനുഭവം ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും സ്ഥാനം ഏറ്റെടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനത്തോട് ഒരു ആത്മാർത്ഥതയും താല്പര്യം ഉണ്ടായി ഒപ്പം അകന്നു നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഇത്തരം പരിപാടികൾ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എങ്കിലും പരിമിതമായ സാഹചര്യങ്ങളിൽ ഈ പ്രോഗ്രാം ഇത്രത്തോളം വിജയകരമാക്കി തീർത്ത സംഘാടകർക്ക് ഞാൻ പ്രത്യേക അനുമോദനം അറിയിക്കുന്നു. തുടർന്നും പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മെച്ചപ്പെട്ട പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ ഇവിടെയുള്ള എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട ഷാജി തോമസ് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ചോദിച്ചെന്റെ റോൾ എന്താണ്, എത്ര സമയം ഞാൻ ചെലവഴിക്കേണ്ടി വരും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 4 മണിക്ക് തുടങ്ങും, ഒരു 5:30 എല്ലാ പരിപാടികളിലും കഴിയും, അല്പസമയം ദൈവത്തിന് സംസാരിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എന്താണ് ഇവിടെ സംസാരിക്കേണ്ടതെന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിലേക്ക് പോകാനൊന്നും താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ശേഷം പാസ്റ്റർ സാം ഡാനിയല് ദൈവത്തിന് സംസാരിക്കാറുണ്ടല്ലോ. ഇവിടെ ദൈവവചന ഭാഗങ്ങളെ ആസ്പദമാക്കി പുസ്തകം ഏതൊക്കെയായിരുന്നു? ചില വേദപുസ്തക ഭാഗങ്ങളെ ആസ്പദമാക്കി നടത്തിയ ഒരു വേദപുസ്തക ക്വിസ് വിജ്ഞാന സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ വിജ്ഞാന സദസ്സിൽ ചില ആളുകൾ പരാജയപ്പെട്ടു. ഒരുപക്ഷെ ചില കുട്ടികൾക്ക് അക്കാര്യത്തിൽ നിരാശ ഉണ്ടാവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി ആരെന്നറിയോ? നിങ്ങൾ ബൈബിൾ ക്വിസ് മാത്രം പഠിച്ച പോരാ. ഞാൻ കുറെ കാലം കാൽക്കുലേഷൻ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് കുട്ടികളുമായി സംവാദിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു മുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തുന്ന വ്യക്തി ആരാ? എഴുന്നേറ്റ് എന്ന് പറഞ്ഞോളെ പറഞ്ഞ ഉത്തരം ശരിയാണ്. തോമസ് ആൽവ
എഡിസൺ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖമായ കണ്ടുപിടുത്തം ഏതായിരുന്നു? ബൾബ്, ഇലക്ട്രിക് ബൾബിന്റെ കണ്ടുപിടുത്തം. ആ ഇലക്ട്രിക് ബൾബിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് നീണ്ട വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൽ 2000 പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, 2000 പടികളുള്ള ഒരു സമുദ്രത്തിലേക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗവേഷണത്തിൽ എനിക്ക് 2000 പടികൾ കയറേണ്ടി വന്നു. ഓരോ പടികളും ഒരുപക്ഷെ പരാജയമാണ് നിങ്ങൾ വിലയിരുത്തുന്നു എങ്കിലും ഞാൻ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പരാജയപ്പെട്ട കുട്ടികളോട് നിങ്ങൾ ഇവിടെ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആൽവ എഡിസനെ. കാരണം എന്താണെന്നറിയാമോ? അവന്റെ വിദ്യാഭ്യാസം തുടങ്ങിയപ്പോ 3 മാസം കഴിഞ്ഞപ്പോ ആ സ്കൂളിൽ നിന്ന് അവന്റെ അധ്യാപകൻ അവന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ വളരെ മിടുക്കനാണ്, പക്ഷെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആൽവ എഡിസനെ ആ അമ്മയുടെ കരം പിടിച്ച് അവനെ വീട്ടിലേക്ക് മടക്കി അയച്ചു. അവന് നിരാശ തോന്നി. കാരണം അത്രയ്ക്കും ബുദ്ധിമാനായിരുന്നു എന്ന് പറഞ്ഞാൽ മണ്ടനായി. പക്ഷേ പിന്നീട് അവന്റെ അധ്യാപിക ആരായിരുന്നു അറിയാമോ? അവന്റെ അമ്മയായിരുന്നു. ആ അധ്യാപകനിൽ നിന്നുണ്ടായ നിരാശാജനകമായ വാക്കുകൾ അവനെ ഒരിക്കലും തളർത്തിയില്ല. മറിച്ച് ഈ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ തന്നെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ നിന്ന് ഒരു പോസിറ്റീവിലേക്ക് ഉയരണമെന്നും വളരണമെന്നും ആഗ്രഹം ഉണ്ടായത് കൊണ്ട് അവന്റെ കഠിനാധ്വാനവും ശുഷ്കാന്തിയും അവനെ ലോകത്തിലെ 1093 കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി തോമസ് ആൽവ എഡിസനെ ഉയർത്തുവാൻ കാരണം അവന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തിൽ അവൻ നിരാശനായില്ല. മറിച്ച് ഔന്നത്യത്തിന്റെ പടികൾ ചവിട്ടിക്കയറണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടെ അവൻ അവന്റെ ജീവിതം തുടർന്നു, അവന്റെ ഗവേഷണം തുടർന്നു. അതുകൊണ്ടാണ് അങ്ങനെ അതിന് സാധ്യമായത്. അപ്പോൾ ഞാൻ ചില നിമിഷങ്ങൾ വേഗത്തിൽ ഒരു ചിന്ത പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാം. നിങ്ങൾ എല്ലാവരും വേദപുസ്തകം ഇല്ലാതെയാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ധന്യനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ചെറിയ സന്ദേശം. ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? യെസ്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവരെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും അവനെ പ്രസാദിപ്പിക്കുന്നവൻ ഞാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ ശക്തനായ ഒരു മത തീവ്രവാദിയായിരുന്നു പൗലോസ് ശ്ലീഹ. സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യാനിത്വത്തിന്റെ 2-ാം സ്ഥാപകൻ എന്ന് വിശേഷിപ്പിച്ച ധന്യനായ പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ആരെയും കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്:
So whether we are at home or away, we make it our aim to please Him. നാം വീട്ടിലായിരുന്നാലും വീട്ടിന് പുറത്തായിരുന്നാലും നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഇവിടെ പറയുന്നു യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ഇവിടെ ഇന്ന് ഒരു ചെറിയ സദസ്സാണെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളോട് ഒരു പിതാവിന്റെ ഭാഷയിൽ, എനിക്ക് 2 മക്കളുണ്ട്, മോന്റെ കല്യാണം കഴിഞ്ഞാണ്, മോക്ക് 26 വയസ്സുണ്ട്. അപ്പോ ഒരു പിതാവിന്റെ സ്നേഹവായ്പോടെ ഞാൻ പറയട്ടെ, ഒരു പക്ഷേ നിങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന നിരവധി വ്യക്തികളോ സംഭവങ്ങളോ വിഭവങ്ങളോ വസ്തുതകളോ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ധന്യനായ പൗലോസ് പറയുന്നു, നീ എവിടെ ആയിരുന്നാലും, വീട്ടിനുള്ളിലായാലും വീട്ടിന് പുറത്തായിരുന്നാലും ആരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം? യേശുവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. അതിന് പൗലോസ് പറയുന്ന കാര്യം, അവനെ പ്രസാദിപ്പിക്കുന്നതിൽ that is my pride, എന്റെ അഭിമാനമാണ്. ശാന്തമായി എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ കൂടുതൽ ദുഃഖമായിരിക്കും. ഒരു 10-25 മിനിറ്റ് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഒരു സന്ദേശം തയ്യാറാക്കി വന്നുവെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. വളരെ ശാന്തമായി ഞാൻ പറയട്ടെ, നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഇന്ന് പകലിൽ പറയാൻ കഴിയുമോ, ഞാൻ എന്റെ യേശുവിനെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനിക്കുന്നു. ഈ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിക്കാൻ കാരണമുണ്ട്. ഇവിടെ ഇൻ ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിലായാലും വീട്ടിന് പുറത്തായാലും ഈ കുഞ്ഞുങ്ങളെല്ലാവരും, ഒരുപക്ഷെ എനിക്കറിയില്ല നിങ്ങൾ ഇപ്പൊ എവിടെയാണെന്ന്, കേരളത്തിന് പുറത്തേക്ക് പോകുന്ന കുട്ടികളും കേരളത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ അവരെന്താ സംഭവിക്കുന്നത്? അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? അവരാരെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? മാതാപിതാക്കൾക്ക് എന്റെ മുമ്പിൽ കുറച്ച് മാതാപിതാക്കളുണ്ട്. നിങ്ങളോടായിട്ട് ഞാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദപുസ്തകത്തിലെ ഒരു പിതാവ്, ഒരു രക്ഷകർത്താവ്, അതാരെന്നറിയാമോ? ഇയ്യോബ് വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇയ്യോബ് 1:5 അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തന്റെ കുട്ടികൾ ദൈവ പ്രസാദത്തിന് അപ്രീതരായി തീരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദിനം പ്രതി യാഗം കഴിക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാഗാർപ്പണം നടത്തുവാൻ മാതാപിതാക്കളും തയ്യാറാകണം. കുഞ്ഞുങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്താ 19ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുസ്തകം വായിക്കാമോ? അതെ, എന്റെ വായിലെ കാണാതെ വാക്യമാണ്, നിങ്ങൾ കാണാൻ പഠിക്കുന്ന വാക്യം, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിന്റെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണം. ആർക്ക്? നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്. നിങ്ങൾ എവിടെയായിരുന്നാലും നമ്പർ 1 പ്ലീസിംഗ് ക്രൈസ്റ്റ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. ഇന്ന് തീരുമാനമെടുക്കുക. ഒരു പക്ഷേ എനിക്ക് പ്രസാദമായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. ഞാൻ വളരെ ഭയത്തോടെയാണ് പലപ്പോഴും പൊതുവേദികളിൽ ഇതുപോലെയുള്ള നിരവധി പങ്കെടുക്കാൻ അവസരം ലഭിക്കുമ്പോൾ പലതും കണ്ടും കേട്ടും സമൂഹത്തോട്, ചെറുപ്പക്കാരോട് അടുത്ത് സമ്പാദിക്കുവാനും കുട്ടികളുമായി ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ, ചെയ്യുന്ന ഒരു വ്യക്തി പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി വേദനയും നിരാശയും തോന്നാറുണ്ട്.
നിങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് അത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ട ഒരു സംഭവം അറിയാം. എന്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനായ ഒരു പാസ്റ്ററുടെ മകൾ ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിച്ച് മറ്റു സ്ഥലത്ത് പോയി. ആ മനുഷ്യൻ ലോക്കൽ സഭ അദ്ദേഹത്തെ തുടർന്ന് ശുശ്രൂഷിക്കാൻ അവസരം കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വന്ന് പാലക്കാട് കാര്യമായിട്ട് ലോക്കൽ സ്ഥലം ഭാവിയിൽ പോകേണ്ട ഗതികേടുണ്ടായി. ആ ഒരു പ്രവാചകനാണ്, ശിഷ്യനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ലോകത്തിൽ മറ്റുള്ളവരെ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. മറ്റുള്ളവർക്കും വേണ്ടി ദൈവാലോചന പറഞ്ഞു കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത മനുഷ്യന്റെ മകൾ പ്രത്യേക വീട് പല്ലശ്ശേരി ലോകസഭയിൽ ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട്. സഭകളോട് ചേർന്ന് മറ്റൊരു വീട് അവർ സ്വന്തമായി താമസിച്ചു. ആ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ ചെറുപ്പക്കാരോടൊപ്പം അവൾ ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിച്ചു. അവിടെ പ്രസാദം മാറിയില്ലായിരുന്നു. അവർക്ക് പ്രസാദം തോന്നിയത് ആ ചെറുപ്പക്കാരില്ല. പക്ഷെ എത്ര കാലം നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ നിരാശയോടെ ഇതിനു വേണ്ടി ഇറങ്ങപ്പെട്ട് പുറപ്പെട്ട ശേഷം നിരാശയോടെ മടങ്ങി വന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ ഒരു പിതാവിന്റെ ഭാഷയിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അഭിമാനം എന്താണ്? നിങ്ങളുടെ പ്രൈഡ് എന്തായിരിക്കണം? 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 ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞേ? ദൈവത്തെ കറക്റ്റുമല്ലേ? നീ നല്ല കുഞ്ഞ. ഇവിടെ ഇരിക്കുന്ന ഈ ചേച്ചിമാരൊക്കെ ഇതിനകത്ത് വേണ്ടത്ര പോസിറ്റീവായി പ്രതികരിക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പറയാം, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിതം നയിച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ അതിൽ നിങ്ങൾ അഭിമാനം കൊണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെടുമായിരിക്കും. ഈ ലോകത്തിലെ താൽക്കാലികമായ പലതും, ഈ ലോകത്തിലെ താൽക്കാലികമായി ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രസാദം തോന്നുന്നത് പലതും നിങ്ങളെ നിരാശയിലേക്കും നിത്യനാശത്തിലേക്കും വഴിതിരിച്ചു വിടുവോ? സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എന്റെ ഹൃദയവും എന്റെ വാക്കും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും യേശുക്രിസ്തുവിന് പ്രസാദകരമായിരിക്കണം. അത് മാത്രമായിരിക്കണം എന്റെ അഭിമാനം. അങ്ങനെയല്ലേ വാക്യം വായിച്ചത്? ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾക്ക് ബൈബിൾ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനിക്കുന്നു. അവനെ പ്രസാദിപ്പിക്കുന്നവൻ അതിൽ അഭിമാനിക്കുന്നു. അത് എന്റെ പ്രൈഡാണ്, എന്റെ അഭിമാനമാണ്. ഈ അഭിമാനിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. ഇത്രയും വിദ്യാഭ്യാസ വിചക്ഷണനായ ഒരു മനുഷ്യൻ ഒരുപാട് അഭിമാനിക്കാൻ അവന് വകയുണ്ട്. എബ്രായൻ ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ സഭയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ മുന്നിലായിരുന്നവൻ. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് അതൊന്നുമല്ല എന്റെ പ്രശംസ. എന്റെ പ്രശംസ ഒന്ന് മാത്രമാണ്, ഞാൻ എന്നെ യേശുവിനെ പ്രസാദിപ്പിക്കും. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രസാദകരമായി ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭ സൺഡേ സ്കൂൾസ് അസോസിയേഷൻ കോട്ടയം മേഖല ക്രമീകരിച്ച ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിന്റെ അവസാന റൗണ്ടിനോടനുബന്ധിച്ച് നടക്കുന്ന സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി പറയുന്നു. ഇനി മുഖ്യ സന്ദേശമാണ്, നമുക്ക് പാട്ടുകൂടെ കേൾക്കാം. വരുന്നതിനേക്കാൾ എയ്മി വഴി മുമ്പോട്ട് ഒരു പാട്ടുപാട്. അതിനുശേഷം കർത്താവദാസൻ പ്രൊഫസർ സാവധാനി മിനിസ്റ്ററാണ്, സെൻട്രൽ മിനിസ്റ്ററാണ്. കർത്താവദാസൻ ദൈവമായി സംസാരിക്കും. ഈ മീറ്റിംഗ് അധ്യക്ഷനിരിക്കുന്ന സൺഡേ സ്കൂൾ അസോസിയേഷൻ കോട്ടയം സോണിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ഫീൽഡുമാർ,
അതിൻ്റെ പ്രസിഡന്റ് ജോൺ മാത്യു, മറ്റ് ഭാരവാഹികൾ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വൃത്തത്തിൽ എത്തിച്ചേർന്ന ബ്രാഫിനികൾ, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ കർത്താദാസൻ പാമ്പാടി സെൻട്രൽ പ്രൊഫസർ സാന്താനിയൽ, മറ്റൊരു സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉപരിയായി ഈ ബൈബിൾ ക്വിസിൽ പങ്കാളികളായി തീർന്ന പ്രിയ കുട്ടികൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്താൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. എല്ലാവർക്കും ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അർപ്പിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് സംബന്ധിക്കുന്നത്. ഇങ്ങനത്തെ അവസരം എനിക്ക് നൽകുന്നതിനെ ഓർത്താൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. നല്ല പ്രഭാഷണങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമായി തീരുവാനിടയായി. ഇനിയും ദൈവവചനത്തിലൂടെ അധികം സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ എന്നിവിടെ ചേർന്നിരിക്കുന്നത് സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സമാധാന മീറ്റിംഗാണ്. സൺഡേ സ്കൂൾ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവജനങ്ങളെക്കുറിച്ച് ആനുകാലികമായി നാം നമ്മുടെ ചുറ്റുപാടുകളെ കണ്ണോടിച്ച് നോക്കുമ്പോൾ വളരെ വികലമായ നിലപാടിലാണ് സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഒരു പ്രായപരിധിയുണ്ട്. സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് എന്താണ് നമുക്ക് പറഞ്ഞെടുക്കാൻ കഴിയുന്നത്? ഇവിടെ ഉദ്ഘാടന പ്രശ്നത്തിൽ കർത്താവദാസൻ ഓർപ്പിച്ച കാര്യം, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരും. കർത്താവിന് സ്തോത്രം. ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, യൗവനത്തിൽ ഉള്ളവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശൗവലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നാം എങ്ങനെയാണ് കാണുന്നത്? ശൗവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. ഇന്ന് യുവതലമുറകൾ ദൈവഭയമില്ലാത്തവരായി, മാതാപിതാക്കൾക്ക് യാതൊരു സ്വസ്ഥതയും കൊടുക്കാത്ത ഒരു തലമുറയാണ്. സമൂഹത്തിന് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവസന്നിധിയിൽ വളരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുമെങ്കിൽ ദൈവഭയത്തോടെ ജീവിക്കുവാൻ കഴിയും. ദൈവസ്നേഹത്തിൽ അവർക്ക് പുലരുവാൻ കഴിയും. അതിനെല്ലാം മുഖാന്തരമായി ശൗവേൽ മാറിയത് ഇവിടെ തോമസ് ആൽവാ എഡിസന്റെ മാതാവിനെ കുറിച്ച് ഓർപ്പിച്ചതുപോലെ അവൻ്റെ അമ്മയാണ് ശൗവേൽ ബാലന് അമ്മയെ അനുഗ്രഹമായി മാറിയത്. നമ്മുടെ മാതാപിതാക്കൾക്ക് വളരെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്യത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ശൗവേൽ ബാലനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നത് ശൗവേൽ ബാലൻ്റെ ചെറിയ പ്രായത്തിൽ, മുലകുടി മാറിയ പ്രായത്തിൽ അവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെല്ലുവാൻ അവൻ്റെ മാതാവിന് കഴിഞ്ഞു. ആലയത്തിൽ പാർക്കുവാനുള്ള അവസരം അവൻ്റെ മാതാവ് സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ചെന്ന് വായിക്കുമ്പോൾ പെട്ടകത്തിൻ്റെ അരികിൽ കിടക്കുവാൻ ശൗവേലിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പെട്ടകത്തിൻ്റെ അരികിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭയിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, യൗവന ജീവിതങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന പെട്ടകത്തോട് ചേർത്ത് കിടക്കുവാൻ, ദൈവസഭയാകുന്ന നമ്മുടെ പെട്ടകത്തിൽ വസിക്കുവാൻ, ചേർന്നിരിക്കുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കുമെങ്കിൽ അതിന് പ്രയോജനകരമായി തീരുന്ന മാതാപിതാക്കൾക്ക് ഓർത്താൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതിനെ ദൈവവചനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരങ്ങൾ നൽകുവാൻ ദൈവപ്രിയ കുഞ്ഞുങ്ങൾക്ക് കൃപ ചെയ്തലും അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിലും ദൈവവചനത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവരായി മാറുവാൻ, വചനം വായിക്കുന്നവരായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വസിക്കുന്നവരായി തീരുവാൻ, അവിടെ സന്നിധിയിൽ വസിക്കുന്നവരായി തീരുവാൻ, ദൈവശബ്ദം കേൾക്കുന്നവരായി തീരുവാൻ, ദൈവവിളി കേൾക്കുന്നവരായി തീരുവാൻ, പർവ്വതത്തിനെ വിളിക്കുവാൻ അവകാശമുള്ള അധികാരമുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ഞാനത് ചെയ്യും എന്നുള്ള
ആ ഉറച്ച തീരുമാനത്തോടെ മുൻപോട്ട് പോകുക. ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കാലഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് സ്തോത്രം ചിന്തിക്കുവാനുള്ള സമയം പോലെ എങ്കിലും ഒറ്റ വാക്ക് ഞാൻ ഓർപ്പിക്കുന്നു. വളരെ ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു ശൗകര്യൻ്റെ കാലഘട്ടം, ബാല്യപ്രായം എന്നതുപോലെ ഇന്നത്തെ യുവതലമുറകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വല്ലാത്തൊരു കാലഘട്ടത്തിൽ, ദൈവഭയമില്ലാത്തൊരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ദൈവഭയമുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി പെട്ടകത്തിനരികിൽ കിടക്കുന്ന, ദൈവവിളി കേൾക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന ആത്മീയരായ കുഞ്ഞുങ്ങളായി വളരുവാൻ നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം മുതലാകട്ടെ. നമ്മുടെ സഭകളത്തിന് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആർപ്പിച്ചുകൊണ്ടൊരു വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം നന്ദി. ഒന്നാം സമ്മാനമായ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് പ്രിയ സർക്കാരിൻ ബസ്സാണ്. അതുപോലെ തന്നെ രണ്ടാം സമ്മാനമായ 5000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നത് പ്രിയ ഷാജി തോമസ്, നമ്മുടെ സോദരൻ്റെ സെക്രട്ടറിയാണ്. മൂന്നാം സമ്മാനം നൽകുന്നത് പൊന്നൂർ സെൻറ്ററിലെ നെൽസൺ ജോൺ, അദ്ദേഹം എബ്രോഡാണ്, അദ്ദേഹമാണ് മൂന്നാം സമ്മാനം നൽകുന്നത്. പിന്നെ വരുന്ന 3 കുട്ടികൾക്കുള്ള 1000 രൂപ നൽകുന്നത് ഇതിൻ്റെ ജോലി കോർഡിനേറ്ററായിരിക്കുന്ന പ്രിയ റോബിൻസാണ്. 4 പേരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നന്ദി ദിവസങ്ങൾ പ്രകാരം ഒരു മീറ്റിംഗ് നടത്തുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുന്നത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗിൽ മത്സരത്തിൽ പങ്കെടുത്ത പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേഗപരിതോനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പിന്നീട് പ്രോത്സാഹനം എന്ന നിലയിലാണ് വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമ്മാനത്തോടെ പ്രിയ സാറ് ഇവിടെ അറിയിക്കുകയുണ്ടായിരുന്നു. ഈ സമ്മാനം വാങ്ങാൻ കുഞ്ഞുങ്ങളെയും, പേര് വിളിക്കുന്ന കുഞ്ഞുങ്ങളെയും സമ്മാനം കൊടുക്കുവാൻ പ്രിയ ദേവദാസനെ ഞാൻ ക്ഷണിച്ചു. And second prize, Persis Mariam Joshi and Elson Susan Paikar, Ebenezer Church, Vadavadu. Third prize, Ebenezer Church, Tiruvanchur. Third prize. പ്രോത്സാഹന സമ്മാനങ്ങളാണ് വായിക്കുന്നത്. ലയ, ബെന്നി ആൻഡ് എസ്തർ, ശാലം തലപ്പാടി. അവരുടെ കൈയുടെ ഒരു സിയ സൂസൻ ആൻഡ് അലോണ ജോൺസ്ലി, ശാലം തലപ്പാടി. Adul Reggie and Evangeline Achama Paikar, Ebenezer Church, Vadavadu. കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദനങ്ങളും സമ്മാനദാനം നിർവഹിച്ച ദേവദാസനോടും കൂടെ എല്ലാവരോടും